ഗുഡ് മോർണിംഗ്. ഗ്രേസ് കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ശരിയായ അർത്ഥം? ആ ആഗ്രഹത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുന്നത്? ലെറ്റ് ഗോ ചെയ്യുന്നതും ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അതിനായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും, അല്ലെ? നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അത് നേടണം, അതെനിക്ക് വേണം എന്നുള്ളൊരു കാര്യം വന്നു കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജിയും നമ്മുടെ ആ ചിന്താഗതികൾ പോകുന്നതിനനുസരിച്ച് ആ എനർജി നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഏത് തരത്തിലുള്ളൊരു ഫ്രീക്വൻസി ആണോ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അതിന് ആനുപാതികമായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങൾ എടുക്കണം എന്നുള്ളത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ തന്നെ പറയാം, എൻ്റെ കാര്യത്തിൽ തന്നെ പറയാം. ഞാൻ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എയ്ഡഡ് കോളേജ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നേടിക്കഴിയുമ്പോൾ, അതായത് അത് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് എൻ്റെ മനസ്സിൽ വരുമ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിലുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നതും ഇനി യഥാർത്ഥത്തിൽ എനിക്ക് ആഗ്രഹം നേടിയെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനായിട്ട് ടെക്നിക്കുകളൊക്കെ ഞാൻ അഫർമേഷൻ എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, ഞാൻ ലോ ഓഫ് അട്രാക്ഷനിലെ പല ടെക്നിക്കുകളും അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഇരിക്കട്ടെ. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ഒരു കാര്യം നടന്നിട്ടില്ല, എനിക്കത് വേണം എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതിങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ, അതിൻ്റെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഉപബോധ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കും. കാരണം അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്ന് പറയണത് എന്തായിരിക്കും? ഇപ്പോ ഒരു പത്രത്തിൽ ഞാനൊരു ന്യൂസ് കണ്ടിട്ട് ഒരു വേക്കൻസി കണ്ട് ഞാൻ ആ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. ഞാൻ അവിടെ ചെന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുള്ള എല്ലാ യോഗ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരെന്നെ സെലക്റ്റഡ് ആക്കി. അതായത് ഞാൻ സെലക്റ്റഡ് ആണ് എന്ന് അവർ പറഞ്ഞറിയുന്ന നിമിഷം, ഇന്ന ദിവസം ജോയിൻ ചെയ്തോളൂ എന്ന് പറയുമ്പോഴത്തെ ഞാനെന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോഴത്തെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ മാനസിക അവസ്ഥ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ഉള്ള ഒരു 5 അക്ക ശമ്പളത്തിൽ നിന്ന്, കാരണം ആ ജോലി എന്നിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫ് സ്റ്റൈല് തന്നെ മാറുകയാണ്. സാലറി ലെവലിലാണെങ്കിൽ ഇപ്പോൾ 5 അക്കത്തിൽ നിന്ന് അതൊരു 6 അക്ക ശമ്പളത്തിലേക്ക് അത് മാറും. അതൊരു വലിയൊരു വ്യത്യാസം തന്നെയാണ്, അല്ലെ? തീർച്ചയായിട്ടും എൻ്റെ അറിവുകള്, കാര്യങ്ങൾ, എൻ്റെ പ്രിപ്പറേഷൻ ലെവല്, എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെ അതിനനുസരിച്ച് മെച്ചപ്പെടാനായിട്ട് തുടങ്ങും. അപ്പൊ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്താണോ ആ അവസ്ഥയും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുമ്പോഴത്തെ ഇപ്പോഴത്തെ ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ വ്യത്യാസമാണ് ഒരു ബ്ലോക്കായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ആഗ്രഹം നേടിയെടുക്കുന്നതിലേക്ക് ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഡിലേ ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യം എന്ന് പറയണത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മളൊരു ആഗ്രഹത്തെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു, വിഷ്വലൈസ് ചെയ്യുമ്പോൾ, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മളത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് കിട്ടിയതായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് വരും. അത് കിട്ടിക്കഴിഞ്ഞുള്ള ഞാൻ എന്താണോ, ആ സന്തോഷം എന്താണോ, ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്, എൻ്റെ മനസ്സിൽ കാണുകയാണ്. എനിക്ക് ആ ജോലി കിട്ടിയതിന് ശേഷമുള്ള ഞാൻ, ആ കിട്ടുന്ന മൊമെന്റ് അല്ല, ആ കിട്ടിക്കഴിഞ്ഞുള്ള ഞാൻ എന്താണെന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിൽ കാണുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് ഈ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും വരാനായിട്ട് തുടങ്ങും. ഞാൻ കുറച്ചുകൂടി എനർജറ്റിക് ആകും, ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആകും. അതിനനുസരിച്ച് ഞാൻ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തും. അതിനനുസരിച്ച് കൂടുതൽ ടെക്സ്റ്റുകൾ ഞാൻ വായിക്കും, കൂടുതൽ അറിവുകൾ ഞാൻ സമ്പാദിക്കും,
അല്ലെ? അതിനനുസരിച്ചിട്ടുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ഇതൊക്കെ അതിന് ശേഷം വരുന്ന മാറ്റങ്ങളാണ് എങ്കിൽ, ആ മാറ്റങ്ങളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിനെന്താ ചെയ്യേണ്ടത്? ഈ വാക്കിന് പറയുന്ന പേരാണ്, നമ്മുടെ ആവശ്യം എന്താണോ ഈ ആവശ്യത്തെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഇല്ല എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് എനിക്കത് വേണം എന്ന് തോന്നുന്നത്. ഇതെന്ത് ആഗ്രഹങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. വീടായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, പണമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, എന്ത് കാര്യമാണോ ഇല്ലാത്തതിനെയാണ് നമുക്ക് വേണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് തോന്നുമോ? ഇല്ല. ഒരു വാഹനം വേണം എന്നുള്ളത്, ഒരു കാറ് വേണം എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു ആഗ്രഹമാണെങ്കിൽ അത് കിട്ടും വരേക്കുമാണ് ഈ വേണം എന്നുള്ള ചിന്ത മനസ്സിൽ വരുള്ളൂ. അത് ലഭിച്ചു കഴിഞ്ഞാൽ, അത് റിയാലിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയി, അല്ലേ? ആ ഒരു ഉത്കണ്ഠ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടി. കാരണം അത് നേടിയെടുത്ത് കഴിഞ്ഞു. അത് രണ്ടും തമ്മിലുള്ള എനർജി ലെവലില് വ്യത്യാസമുണ്ട്, ആ ഫ്രീക്വൻസി ലെവലില് മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെ ഉപേക്ഷിക്കലല്ല, നേരെ മറിച്ച് എൻ്റെ ആവശ്യം എന്താണോ ഈ ആവശ്യം ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചു. അതാണല്ലോ നമ്മൾ ദൈവം, നമ്മുടെ പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തിയെ ഞാൻ എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യം എന്താണോ ഞാനത് അറിയിച്ചു. ഇനി അറിയിച്ചു എന്ന് മാത്രമല്ല, അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുകയാണ്. എനിക്കത് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ കിട്ടിക്കഴിഞ്ഞുള്ള ഞാൻ എന്താണെന്നുള്ളതിന്റെ ആക്ഷൻ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി റിസീവിങ് മോഡിലാണ് ഞാൻ. അതായത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, എൻ്റെ കറക്റ്റ് ഞാൻ ആ അർഹിക്കുന്ന ടൈമിൽ, എനിക്ക് ആ കറക്റ്റ് ടൈം എപ്പോഴാണ് എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. ആ ടൈമിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്നെത്തിക്കുക തന്നെ ചെയ്യും. ആ വിശ്വാസത്തിൽ, ആ അടിയുറച്ച വിശ്വാസത്തിൽ ഞാൻ എന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിനെ നമ്മൾ സമർപ്പിക്കുകയാണ്. ആ ആവശ്യത്തെ നമ്മൾ ദൈവത്തിന് മുമ്പാകെ, നമ്മുടെ പ്രപഞ്ചശക്തിക്ക് മുമ്പാകെ സമർപ്പണമാണ് ലെറ്റ് ഇറ്റ് ഗോ, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് 555 മെത്തേഡ് ചെയ്യുമ്പോഴാണെങ്കിലും, പില്ലോ ടെക്നിക്ക് ആണെങ്കിലും, വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഓക്കെ, അപ്പൊ ഏത് കാര്യങ്ങളാണ് എങ്കിലും 369 ഒക്കെ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ഫ്രീ ആക്കി വെക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിറച്ചു കഴിയുമ്പോൾ അതിലൊരു പ്രഷർ വരാൻ തുടങ്ങും. അതാണ് പിൽക്കാലത്തും നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വറി ചെയ്യുന്നതിന്റെ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഡിലേ ആകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തിനെയാണോ പിന്തുടരുന്നത്, എന്തിനെയാണോ നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്നത്, അത് നമ്മളിൽ നിന്നും അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നതിന്റെ കാരണം അതാണ്. അറ്റാച്ച്മെന്റ് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആഗ്രഹം നേടണമെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമുക്കൊരു എന്താ പറയുന്നേ, വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനോട് യോജിക്കില്ല. പക്ഷേ എനിക്കിപ്പോ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് നല്ല വിശപ്പുള്ള ഒരു സമയത്ത് ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വിശപ്പ് മാറുന്നത് പോലെ, ആ വിശപ്പ് ഉണ്ടാകുന്ന ആ ടൈമും ആ വിശപ്പ് മാറിക്കഴിഞ്ഞ സമയവും തമ്മിൽ ഒരു മാറ്റമുണ്ട്, അല്ലെ? ഇതാണ് ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റം, നമ്മുടെ മനസ്സിൽ വരുന്ന മാറ്റം. പിന്നെ നമുക്ക് വേണം എന്നുള്ളൊരു ചിന്ത വരില്ല, അല്ലെ? കാരണം വിശപ്പ് മാറി, ആ ഭക്ഷണം എനിക്ക് ലഭിച്ചു. ആ ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇതേപോലെയാണ് ഓരോ ആഗ്രഹങ്ങളും നമ്മൾ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുക, നമ്മൾ ജീവിക്കുക. തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതിനായിട്ട് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിന് ഈക്വലാണ്. നമ്മളൊരു തിരക്കഥ, സംഭാഷണം, സംവിധാനം ഒരേ ഒരു വ്യക്തി തന്നെ ആയിട്ട് പറയുന്നില്ലേ, അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഇതെല്ലാം നമ്മൾ തന്നെ ആയിരിക്കണം. ഓക്കെ, മറ്റുള്ളവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം,
അതിനൊക്കെ നമുക്കൊരു വില കൊടുക്കണ്ട എന്നല്ല, പക്ഷെ അൾട്ടിമേറ്റ് ഡിസിഷൻ നമ്മുടെ തന്നെ ആകുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വില ഉണ്ടാവുള്ളൂ. ഒന്നും അമിതമായിട്ട് മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം കേട്ട് ഞാൻ ജീവിക്കുകയില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ എന്നെ നോവിക്കില്ല, എൻ്റെ ശരീരത്തെയോ എൻ്റെ മനസ്സിനെയോ ഞാൻ വേദനിപ്പിക്കില്ല എന്നൊരു തീരുമാനം, ദൃഢനിശ്ചയം എടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറേ അധികം ആഗ്രഹങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന തിരിച്ചറിവോട് കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് പിന്നെ ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുക? മനസ്സിലാവുന്നുണ്ടോന്നേ? അതായത് ഇപ്പോ എന്താ പറയുക, ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതേ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങാവെള്ളമോ ഒക്കെ എടുക്കാനായിട്ട് നോക്കുമ്പോൾ നിലവിലുള്ള ഗ്ലാസ്സിലെ ആ വെള്ളം നമുക്ക് ഒന്നുകിൽ കളയണം, അത് എംപ്റ്റി ആക്കിയാൽ മാത്രമാണ് അടുത്തത് അതിലേക്ക് നിറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഫോണിലാണെങ്കിൽ പോലും നമ്മൾ കുറേ കഴിയുമ്പോൾ അതിന്റെ മെമ്മറി ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത്, കുറേ ഡേറ്റാസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിലും സ്പേസ് ഉണ്ടാവുകയുള്ളൂ. എന്ന് പറയുന്ന പോലെ നമ്മളുടെ മനസ്സിലും സ്പേസ് ഉണ്ടാകണം. പുതിയ പുതിയ കാര്യങ്ങളെ റിസീവ് ചെയ്യാൻ, പുതിയ പുതിയ കാര്യങ്ങളെ അക്കമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ സ്ഥാനം കൊടുക്കണം. അങ്ങനെ സ്ഥാനം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് വേണം എന്ന് പറഞ്ഞത് അത് കിട്ടി, അത് ലഭിച്ചു കഴിഞ്ഞു, ഇനി അത് വിട്ടേക്ക്. ആ ഒരു കാര്യത്തെ നമ്മൾ ഫോളോ ചെയ്ത് പോകണ്ട, അതിനെ നമ്മൾ പിന്തുടർന്ന് പോകാതിരിക്കുക. അത് നമ്മളിലേക്ക് വരും, താനെ വരും, വന്നു ചേർന്നു കഴിഞ്ഞു. അങ്ങനെ തന്നെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിതം കൊണ്ടുപോയി നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആകുന്നത് കാണാം. നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരേ ഒരു വഴി അത് തന്നെയാണ്, സന്തോഷമായിരിക്കുക. പറയുന്ന പോലെ എളുപ്പമല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രാക്ടീസുകൾ, പ്രത്യേകിച്ചും ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, അഫർമേഷൻ നിങ്ങളെ വേറൊരു ലെവലിൽ തന്നെ കൊണ്ടുവന്നെത്തിക്കും. അത് കേവലം ദിവസങ്ങൾ കൊണ്ടല്ല, കുറച്ചു നാൾ നമ്മളതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്ന ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ ആയി കിട്ടണം. ഇതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ നമുക്കിപ്പോൾ എത്രയൊക്കെ യൂട്യൂബ് വീഡിയോസ് കണ്ടാലും എത്രയൊക്കെ മെന്റേഴ്സ് അതിനായിട്ടുണ്ടെങ്കിലും ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പറയില്ലേ, ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെ എന്ന് പറയണ പോലെ പിന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ല. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എവിടെയാ പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഉപബോധ മനസ്സിന്റെ തലങ്ങളിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. ഇതിന്റെ സ്വിച്ച് നമ്മുടെ കയ്യിലാണ്, അതിന്റെ റിമോട്ട് നമ്മുടെ കയ്യിലാണ്. അപ്പൊ വേറൊരാൾക്കാർ റിമോട്ടിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ ചലിപ്പിക്കേണ്ടതും നമ്മളെ പ്രവർത്തിപ്പിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പോ ലെറ്റ് ഗോ ചെയ്യാന്ന് പറഞ്ഞാൽ ആഗ്രഹത്തെ ഉപേക്ഷിക്കലല്ല എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആഗ്രഹത്തെ സമർപ്പിക്കലാണ്. നമുക്ക് ആ ആഗ്രഹമുണ്ട് എന്നുള്ളത് പ്രപഞ്ചത്തിന് മുമ്പാകെ, ദൈവത്തിന് മുമ്പാകെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ അടിയുറച്ച് വിശ്വസിച്ച് അത് കിട്ടിക്കഴിഞ്ഞുള്ള ഞാൻ എന്താണ്, എന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ള ആ ഒരു എനർജിയോട് കൂടി നമ്മൾ പിന്നീട് മുമ്പോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഡിറ്റാച്ച്ഡ് ആകും. അങ്ങനെ ഡിറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും പോയ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത്രയും ഹൈ ഫ്രീക്വൻസി ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ഓക്കെ, അപ്പോ ലെറ്റ് ഗോ ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞു, ലെറ്റ് ഗോ ചെയ്യുന്നതും ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതും തമ്മിലുള്ള ബന്ധം ഇതാണ്. എന്ത് കാര്യത്തെയും നമ്മൾ ആ എനർജി റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് വീണ്ടും നമുക്കതിലേക്ക് അതേ ലെവലിലേക്ക് നമുക്ക് തിരികെ എത്തുകയുള്ളൂ. ഓക്കെ, അപ്പൊ എവിടെയും നമ്മൾ വിട്ടുകൊടുക്കലാണ് നമുക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇപ്പൊ അതിലൂടെ മനസ്സിലായി കാണും. ഇതുകൊണ്ടാണ് കേട്ടോ ഓരോ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ആഗ്രഹത്തെ ഉപേക്ഷിക്കലല്ല, പക്ഷെ അത് വീണ്ടും വീണ്ടും മനസ്സിൽ നിങ്ങൾ നിറയ്ക്കാതിരിക്കുക. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നെത്തുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും തന്നെ കാണാം. Thank you.